പേഴ്സണൽ ഇയറിൽ എന്തെല്ലാം ഫലങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ മുമ്പായിട്ട് സംഖ്യകൾ സംസാരിക്കും എന്ന ചാനലിലോട്ട് സ്വാഗതം. ഞാൻ സുനിൽ പാഠക്, ആസ്ട്രോളജർ ആൻഡ് ന്യൂമറോളജിസ്റ്റ്. പേഴ്സണൽ ഇയർ ഒന്നെന്ന് പറഞ്ഞാൽ തന്നെ സൂര്യൻ രാജാവ്. നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതാണ്. നിങ്ങളൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നു, പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുന്നു, വീട്, വാഹനം, വിവാഹം, സന്താനം എന്നിവ ഏതെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി ഉപായം: സൂര്യന് ജലം നൽകുക. ഇനി പേഴ്സണൽ ഇയർ 2 ചന്ദ്രനെയാണ് വിശേഷിപ്പിക്കുന്നത്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ തന്നെ രാജ്ഞി. പേഴ്സണൽ ഇയർ 2 മനസ്സിനെയാണ് ബാധിക്കുക. ആയതിനാൽ വളരെ മാനസികമായ പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളുമൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതായത് അടിമപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പേഴ്സണൽ ഇയർ 2 വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ്. ഉപായം: പച്ച നിറത്തിലുള്ള കുപ്പിയിൽ വെള്ളം കുടിക്കുക, ഇല്ലെങ്കിൽ വെള്ളിയുടെ ഗ്ലാസ്സിലും വെള്ളം കുടിക്കാം. നല്ലൊരു മാനസികമായ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകും. ഇനി പേഴ്സണൽ ഇയർ 3 എന്ന് പറഞ്ഞാൽ വ്യാഴത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. വ്യാഴം എന്ന് പറഞ്ഞാൽ തന്നെ ഗുരു, ജൂപ്പിറ്റർ, ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ആയതിനാൽ നിങ്ങളൊരു പക്ഷേ ഒരു യാത്ര പുറപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് തീർത്ഥാടനം, ധാർമ്മികമായ സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന വിദ്യാഭ്യാസം വീണ്ടും ആരംഭിക്കുവാനോ അല്ലെങ്കിൽ പൂർത്തിയാക്കുവാനോ ഉള്ള തയ്യാറെടുപ്പിൽ അല്ലെങ്കിൽ ആലോചനയിലുണ്ടെങ്കിൽ പേഴ്സണൽ ഇയർ 3 നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു അവസരമായി കാണാം. ഇനി പേഴ്സണൽ ഇയർ 4 എന്ന് വെച്ചാൽ തന്നെ രാഹു എന്ന് പറഞ്ഞാൽ ഹെഡ് എന്ന് പറയും, തല. രാഹു സഡൻലി ഗെയിൻ ആൻഡ് സഡൻലി ലോസ് എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങൾ ആഗ്രഹിക്കാത്തതോ അല്ലെങ്കിൽ വിചാരിക്കാത്ത കാര്യങ്ങളോ നടക്കുക. അപ്പോൾ 2ന്റെ ഇരട്ടിയാണ് 4. ശ്രദ്ധിക്കുക, 2ന്റെ ഇരട്ടി 4 ആയതിനാൽ സ്ട്രഗ്ലിങ്ങും കൊടുക്കാം. എന്നിരുന്നാലും അതിലും നിങ്ങൾക്ക് നേട്ടവും ലഭിക്കാം. ആയതിനാൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പേഴ്സണൽ ഇയർ 4 സാധ്യത വളരെ കൂടുതലാണ്. ഉപായം: നടക്കുക, അതായത് വാക്കിംഗ്, ഇല്ലെങ്കിൽ ജിമ്മ്. അതുമില്ലെങ്കിൽ ഏറ്റവും നല്ല ഉപായമാണ് സ്വന്തമായ വാഷ്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് വൃത്തിയാക്കുക. ഇനി പേഴ്സണൽ ഇയർ 5 ബുധനെയാണ് 5 വിശേഷിപ്പിക്കുന്നത്. ബുധൻ എന്ന് വെച്ചാൽ തന്നെ നിങ്ങളുടെ ഏതെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നടത്തി കൊടുക്കും. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ വീട്, വാഹനം, വിവാഹം, സന്താനം, ജോലി എന്തും നടത്തി കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു വർഷമായി പേഴ്സണൽ ഇയർ 5 പറയാം. ഇനി 5ന് വേറൊരു പേരും കൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. എയർപോർട്ട് എന്നുകൂടി വിശേഷിപ്പിക്കും. പേഴ്സണൽ ഇയർ 6 അതിനെ പറയുന്നതാണ് ശുക്രനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ശുക്രൻ എന്ന് വെച്ചാൽ തന്നെ എയ്റോപ്ലെയിൻ എന്നും കൂടി പറയും. ഇതും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നോ അതെല്ലാം നടത്തി കൊടുക്കും.
കൂടാതെ ജ്വല്ലറി, ആഭരണങ്ങൾ എന്നിവയുടെ കമ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ആ വർഷം ലഭിക്കുന്നതാണ്. ഇനി പേഴ്സണൽ ഇയർ ഏഡ് എന്ന് പറയുന്ന കേതുവാണ്. കേതു എന്ന് പറഞ്ഞാൽ ഉടല് മാത്രം. അപ്പോൾ കേതുവിൻ്റെ വർഷത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ റിസർച്ച്, ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സഹായിക്കും. ഉപായം: തെരുവ് നായക്കളെ ഭക്ഷണം കൊടുക്കുക. പേഴ്സണൽ ഇയർ 8 ശനിയാണ് പ്രതിനിധീകരിക്കുന്നത്. ശനി എന്ന് വെച്ചാൽ തന്നെ ജഡ്ജ് എന്ന് നാം കൂടി പറയും. അപ്പോൾ ആ വർഷം ഈ പറഞ്ഞ പോലെ 2, 4, 4ൻ്റെ ഇരട്ടി 8. അപ്പോൾ ഈ 2, 4, 8 എന്നീ സംഖ്യകൾ വളരെ സ്ട്രഗ്ലിംഗ് പീരീഡായിരിക്കും. ആയതിനാൽ 8ൽ വളരെ നല്ല കർമ്മ കൂടി ആവശ്യമുണ്ട്. അതായത് നിങ്ങളുടെ കർമ്മം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് പ്രയാസം നേടിക്കൊടുക്കും. പേഴ്സണൽ ഇയർ 8 ശനി സ്ലോ ആയിട്ടാണ്, മന്ദൻ എന്നുകൂടി അതിനെ വിശേഷിപ്പിക്കുന്നു. ആയതിനാൽ കാര്യങ്ങളെല്ലാം വളരെ സാവകാശമേ നടക്കുകയുള്ളൂ. പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കുക. ആവുന്നത്ര ആ വർഷം നല്ല സാവകാശവും സമാധാനപരമായും നീക്കാൻ ശ്രമിക്കുക. ഏറ്റവും നല്ല ഉപായം 4ാം നമ്പറിൻ്റെ ഉപായങ്ങൾ തന്നെയാണ്. ജിമ്മ്, നടക്കാൻ പോകുക, അല്ലെങ്കിൽ ഏറ്റവും ഉള്ളതിൽ വെച്ച് നല്ലൊരു ഉപായം സ്വന്തമായ കുളിമുറിയോ വാഷ്റൂമോ അല്ലെങ്കിൽ ടോയ്ലറ്റോ വൃത്തിയാക്കുക. ഇനി ഏറ്റവും അവസാന നമ്പറായ നമ്പർ 9നെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 9 എന്ന് പറഞ്ഞാൽ തന്നെ ചൊവ്വയാണ് പ്രതിനിധീകരിക്കുന്നത്. ചൊവ്വ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ഊർജ്ജസ്വലനായ ഒരു ഗ്രഹവും കൂടിയാണ്. ആയതിനാൽ 1 മുതൽ 8 വരെ ഒരു ഭാഗത്തും 9 എന്ന സംഖ്യ വേറൊരു ഭാഗത്തും കൂടി ഇതിനെ വിശേഷിപ്പിക്കുന്നു. 9ൽ ഒരു പറയുന്നത് കണക്കെടുപ്പും കൂടിയുടെ ഒരു വർഷം കൂടിയായി കണക്കാക്കാം. പേഴ്സണൽ ഇയർ 9 കണക്കെടുപ്പിൻ്റെ വർഷം, ഓഡിറ്റ് എന്നും കൂടി പറയുന്നു. നിങ്ങൾ ഇത്രയും വർഷം 1 മുതൽ 8 വരെ ഉള്ള വർഷത്തിൻ്റെ കണക്ക് 9ന് നൽകേണ്ടി നിങ്ങൾ വരും. ആയതിനാൽ കർമ്മ ഇമ്പോർട്ടൻസ്, നിങ്ങൾ ചെയ്യുന്ന കർമ്മം വളരെ നന്നാക്കാൻ ശ്രമിക്കുക. പേഴ്സണൽ ഇയർ 9ൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മുഖ്യമായിട്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കുക. ഉദാഹരണത്തിന് വിവാഹം അല്ലെങ്കിൽ വ്യാപാരം എന്നിവ തുടങ്ങാതിരിക്കുക. ഇനി ഉപായം: ഹനുമാൻ സ്വാമിയെ പിടിക്കുക. ശനിയാഴ്ച ദിവസം, ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ ദർശനം നടത്തുന്നത് നന്നായിരിക്കും. കൂടാതെ രാവിലെ കുളി കഴിഞ്ഞ് രാമസ്തുതി 3 തവണ ചൊല്ലുക അല്ലെങ്കിൽ കേൾക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഹനുമാൻ ചാലിസ ചൊല്ലുക അല്ലെങ്കിൽ കേൾക്കുക. ഇതാണ് 9 പേഴ്സണൽ ഇയർ 9ൻ്റെ ഉപായം. ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് പേഴ്സണൽ 1 മുതൽ 9 വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പേഴ്സണൽ ഇയർ എന്ന് പറയുന്നത് ഇത് സംഖ്യാശാസ്ത്രം ചൈനീസ് കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളത്. ആയതിനാൽ
ഫെബ്രുവരി 6-ാം തീയതി മുതലാണ് ഇത് നിങ്ങളുടെ അനുഭവത്തിൽ വരിക. കൂടാതെ നിങ്ങളുടെ ജന്മസംഖ്യ, ഭാഗ്യസംഖ്യ എന്നീ സംഖ്യകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് നിങ്ങൾക്ക് ഫലം നൽകുക. ഇതിൻ്റെ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ബേസ് ഓഫ് ന്യൂമറോളജി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ഇയർ ഫലം നൽകും. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്കൊരു പക്ഷേ ഈ പേഴ്സണൽ ഇയറിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഈ അറിവ് നൽകിയതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ